അപ്പോൾ എല്ലാവർക്കും കൂടി ഡോണ കിച്ചണിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് മുളപ്പിച്ച ചെറുപയർ തോരനാണ്. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പ് ചെറുപയർ നന്നായിട്ട് കഴുകിയതിന് ശേഷം ഇത് കുതിർത്ത് വെച്ചിരിക്കുകയായിരുന്നു. അപ്പം ഇത് മുളപ്പിച്ചതിന് ശേഷം പിന്നെ നിങ്ങൾ കഴുകേണ്ട ആവശ്യമില്ല. കുതിർക്കുമ്പം തന്നെ ചെറുപയർ നന്നായിട്ട് കഴുകണം. ഇതിപ്പോൾ ഞാൻ ഒരു ദിവസം കൂടുതലിട്ട് മുളപ്പിച്ചത് കൊണ്ടാണ് ഇച്ചിരി മുളപ്പിച്ചത് കൂടുതലായിരിക്കുന്നത്. അതിൻ്റെ അത്ര ആവശ്യമില്ല. പിന്നെ ഞാൻ എങ്ങനെ ചെറുപയർ മുളപ്പിക്കുന്നത് എങ്ങനെയാണെന്നുള്ള വീഡിയോ ഞാൻ ഡോണ കിച്ചണിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ മുളപ്പിച്ച ചെറുപയർ കൊണ്ടുള്ള മെഴുക്കുവരട്ടിയും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾ കാണാത്തവർ കാണുക. ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ ലിങ്ക് ഞാൻ സെൻഡ് ചെയ്തേക്കാം. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ 6 ചുവന്നുള്ളി, 2 വെളുത്തുള്ളി, 1 പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 മുറി തേങ്ങ വേണം. നമുക്കിതെങ്ങനെ തയ്യാറാക്കുന്നത് എങ്ങനെ നമുക്ക് നോക്കാം. അതിനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാതിന് ശേഷം നമുക്കൊരു 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കണം. കടുക് പൊട്ടിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുവന്നുള്ളി, വെളുത്തുള്ളി, പച്ചമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നുപോയി. എൻ്റെ ഈ കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ചേർക്കാത്തത്. നിങ്ങളുടെ കയ്യിൽ കറിവേപ്പിലയും കൂടെ ചേർക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണിത്. ചുവന്നുള്ളിയും പച്ചമുളകും ഒക്കെ ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണം. മഞ്ഞൾപ്പൊടി എണ്ണയിൽ ഒന്ന് മൂത്തതിന് ശേഷം മാത്രം നമ്മൾ മുളപ്പിച്ച ചെറുപയർ ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ കട്ടിയുള്ള പാൻ ആയതുകൊണ്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ല. ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെക്കണം. കട്ടി കുറഞ്ഞ പാത്രത്തിലാണ് നിങ്ങൾ വെക്കുന്നതെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഒരു കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പം 2 ദിവസം മുളപ്പിച്ചതായതുകൊണ്ട് അധികം വേവില്ല, പെട്ടെന്ന് തന്നെ വേവും. ഒത്തിരി വെന്ത് പോകേണ്ട ആവശ്യമില്ല. ഒത്തിരി വെന്ത് പോയാൽ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു പോകും. ഇനി ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൂട്ടി ഇളക്കി നമുക്ക് അടച്ചു വെച്ച് ഇത് വേവിക്കാം. ചെറുതിലിട്ട് വേവിച്ചാൽ മതി. ഇപ്പം നമ്മുടെ മുളപ്പിച്ച ചെറുപയർ വെന്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ചേർക്കാൻ പോകേണ്ടത് തേങ്ങയാണ്. തേങ്ങയും കൂടെ ചേർത്ത് തത്തിപ്പൊത്തി ഒന്ന് വെക്കണം. 2 മിനിറ്റ് ഒന്ന് അടച്ചു വെക്കണം. അതിന് ശേഷം ഇതിൻ്റെ വെള്ളമായി എല്ലാം ഒന്ന് പറ്റി ഡ്രൈ ആക്കി എടുക്കുക. അപ്പോൾ അതിന് ശേഷം നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എഴുതുക. തീർച്ചയായിട്ടും ഇതിന് മറുപടി പറയുന്നതായിരിക്കും. ഇത് അടിപൊളി റെസിപ്പിയാണ്. കുട്ടികൾക്ക് വരെ ഇത് നന്നായിട്ട് ഇത് ഇഷ്ടപ്പെടും. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇതുവരെ കണ്ടതിൽ ഒരുപാട് നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വരുന്നത് വരെ നന്ദി, നമസ്കാരം. താങ്ക് യു.